BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. എറണാകുളം മണ്ഡലത്തിൽ കള്ള വോട്ടാരോപണം. പുതുവൈപ്പിലെ സാന്താക്രോസ് ഹൈസ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ എളങ്കുന്നപ്പുഴ ഓച്ചത്തുരുത് സ്വദേശി കട്ടാശ്ശേരിൽ വീട്ടിലെ തങ്കമ്മയുടെ വോട്ടാണ് മറ്റാരോ ചെയ്തത്. ബൂത്ത് നമ്പർ 132 സംഭവം. തന്റെ വോട്ട് മറ്റാരോ ചെയ്തുവെന്നും ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടെത്തണമെന്നും തങ്കമ്മ പറഞ്ഞു. രാവിലെ 10:30 മുൻപായി ഇവരുടെ വോട്ട് മറ്റാരോ ചെയ്തുപോയി എന്നാണ് കരുതുന്നത്. വിവരം പുറത്തുവന്നതോടെ സ്ഥലത്ത് ബഹളമായി. പിന്നീട് വിവിധ പാർട്ടികളുടെ പ്രവർത്തകരും മറ്റും ഇടപെട്ടതോടെ പകരം വോട്ട് ചെയ്യാനുള്ള സംവിധാനം ശരിയാക്കി നൽകാമെന്ന് അധികൃതർ അറിയിച്ചു. CCTV ഉള്ളതിനാൽ ആരാണ് കള്ളവോട്ട് ചെയ്തതെന്ന് കണ്ടെത്താൻ പറ്റിയേക്കുമെന്നാണ് പ്രതീക്ഷ. യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കാക്കനാട് വടാച്ചിറ ചെല്ലപ്പന്റെ മകൻ അജയനാണ് മരിച്ചത്. ഇന്ന് രാവിലെ കാക്കനാട് പാട്ടുപുര ജംഗ്ഷനിലെ പച്ചക്കറി കടയിലിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. കാക്കനാട് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന പാതയിലെ നടപ്പാത നിർമ്മാണത്തെക്കുറിച്ച് വീണ്ടും പരാതി. പഴങ്ങാട് ഭാഗത്ത് അപകടത്തിനിടയാക്കുന്ന തരത്തിൽ നടപ്പാത റോഡിലേക്ക് ഇറക്കി നിർമ്മിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഇതേ തുടർന്ന് വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി ഈ ഭാഗത്ത് അടിയന്തരമായ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചെങ്കിലും അതുകൊണ്ട് അപകട സാധ്യത പൂർണ്ണമായും ഒഴിവാകുന്നില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പഴങ്ങാട് ജംഗ്ഷന് തെക്ക് റോഡിന്റെ പടിഞ്ഞാറ് വശത്ത് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്താണ് ആ ഭാഗം ചുറ്റി വളഞ്ഞു പോകുന്ന തരത്തിൽ നടപ്പാത നിർമ്മിച്ചത്. ഇതോടെ കൽക്കെട്ട് 2 അടിയോളം റോഡിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയായി. അല്ലാതെ തന്നെ റോഡിന് വീതി കുറവുള്ള ഇവിടെ ഇത് അപകടങ്ങൾക്കിടയാക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ റോഡിലേക്ക് നടപ്പാതെ ഇറങ്ങി നിൽക്കുന്നത് അറിയാതെ എത്തുന്ന വാഹനങ്ങൾ ഇതിൽ തട്ടിമറിയുമെന്നാണ് പരിസരവാസികൾ ചൂണ്ടിക്കാട്ടിയത്. മറ്റു പലയിടങ്ങളിലും ഇത്തരത്തിൽ ട്രാൻസ്ഫോമറുകളുള്ള സ്ഥലങ്ങളിൽ നടപ്പാത അതിന്റെ ഇരുവശത്തും അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിഷേധം ശക്തമാവുകയും പൊതുപ്രവർത്തകർ ഇടപെടുകയും ചെയ്തതിനെ തുടർന്നാണ് റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചത്. എന്നാൽ റോഡിന്റെ വശത്തെ സ്ഥലം നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതുകൊണ്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നടപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലും പരാതികൾ ഉയർന്നിട്ടുണ്ട്. എടവനക്കാട് സെന്റ് അംബ്രോക്സ് പള്ളിക്ക് സമീപം നടപ്പാത അവസാനിക്കുന്ന ഭാഗത്ത് കുഴിയുള്ളത് അപകടങ്ങൾ ഇടയാക്കുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ പേരിന് പോലും ഒരു മുന്നറിയിപ്പ് സംവിധാനം ബന്ധപ്പെട്ടവർ ഒരുക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. റോഡിന്റെ വശങ്ങളിൽ കടകളുള്ള ഭാഗങ്ങളിൽ ഉടമകൾ ആവശ്യപ്പെട്ടിട്ടും വാഹനങ്ങൾ കയറ്റാൻ കഴിയുന്ന തരത്തിൽ ചെരിവ് നിർമ്മിച്ചു നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സുരക്ഷിതമായ പോളിംഗ് ഉറപ്പാക്കുന്നതിനായി 2600ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ അറിയിച്ചു. കൊച്ചി സിറ്റിയിലെ 756 പോളിംഗ് ബൂത്തുകളിൽ സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ DCPമാരായ K. സുദർശൻ, ഷാജു K. വർഗീസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ 15 SP-മാർ, 36 ഇൻസ്പെക്ടർ എന്നിവരുൾപ്പെടെയാണ് 2600ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ പെട്രോളിംഗ് ഡ്യൂട്ടിക്കായി 110 വാഹനങ്ങളിലും എമർജൻസി സ്ട്രൈക്കർ ഡ്യൂട്ടിക്കായി 10 വലിയ വാഹനങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെയും കൂടാതെ കേന്ദ്രസേനയെയും നിയോഗിച്ചു. സുഗമവും സുരക്ഷിതവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ സ്പെഷ്യൽ പോലീസ് അടക്കം 4500ഓളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. 14 DYSP-മാർ, 44 ഇൻസ്പെക്ടർമാർ, 400ഓളം SI, ASI-മാർ, 2200ഓളം സീനിയർ CPO, CPO-മാർ തുടങ്ങിയവരാണ് സുരക്ഷാ ഡ്യൂട്ടിക്കുള്ളത്. കൂടാതെ 1510 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും നിയോഗിച്ചു. CRPF-ൽ നിന്ന് 41 ഉദ്യോഗസ്ഥരുമുണ്ട്. ഇതര വിഭാഗങ്ങളിൽ നിന്നായി 102 പേർ കൂടി സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമാകും. 102 ഗ്രൂപ്പ് പെട്രോളിംഗ് സംഘങ്ങളും 64 ലോ ആൻഡ് ഓർഡർ പെട്രോളിംഗ് സംഘങ്ങളും റോന്തു ചുറ്റും. കൂടാതെ IP സ്ട്രൈക്കിംഗ് ഫോഴ്സ്, സ്റ്റേഷൻ സ്ട്രൈക്കിംഗ് ഫോഴ്സ്, ജില്ലാ സ്ട്രൈക്കിംഗ് ഫോഴ്സ്, DIG സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്നിവയും സുരക്ഷയൊരുക്കും. ബൂത്തുകളും പരിസരങ്ങളും പോലീസ് വീഡിയോയിൽ ചിത്രീകരിക്കും. ഇതിന് 102 ക്യാമറകളാണ് ഒരുക്കിയിട്ടുള്ളത്. റൂറൽ ജില്ലയിൽ ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, പുത്തൻകുരിശ്, മുനമ്പം, കുന്നത്തുനാട് എന്നീ 6 സബ് ഡിവിഷനുകളിലായി 1538 ബൂത്തുകളാണുള്ളത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളിലും കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ 56 മാതൃകാ ബൂത്തുകൾ, 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 വീതം 56 മാതൃകാ ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ശുചിമുറി, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ, നിലവാരമുള്ള ഫർണിച്ചറുകൾ, സൂചനാ ബോർഡുകൾ, വോളണ്ടിയേഴ്സിന്റെ സേവനം, ടോക്കൺ വിതരണം എന്നിവ കൂടാതെ കാഴ്ച പരിമിതർ, ഗർഭിണികൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് മുൻഗണന, ഇരിക്കാനുള്ള സൗകര്യമൊരുക്കൽ, തണൽ സംവിധാനം എന്നിവ മാതൃകാ പോളിംഗ് ബൂത്തിൽ ഉറപ്പാക്കും. ഇതുകൂടാതെ 14 വനിതാ ബൂത്തുകളും ജില്ലയിൽ പ്രവർത്തിക്കും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനെത്തുന്ന മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചു. 85 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കുമാണ് സൗജന്യ യാത്ര. പോളിംഗ് ബൂത്തിൽ എത്തിച്ചേരുന്നതിനും വോട്ട് രേഖപ്പെടുത്തി തിരികെ പോകുന്നതിനും ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. റോഡും വാഹന സൗകര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും പെരിയന്തുരുത്തുകാർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ പുഴ കടക്കാൻ തോണി മാത്രമേ ഉള്ളൂ. സുരക്ഷിതമായി വോട്ട് ചെയ്യാൻ പോകാനും മടങ്ങാനും 2 ബോട്ടാണ് ആവശ്യപ്പെട്ടതെങ്കിലും കിട്ടിയത് പഴയ 2 തോണി. കടുത്ത വെയിലും ചൂടും കൊണ്ട് ജീവനും കയ്യിൽ പിടിച്ച് മറുകരയിലെത്തി വോട്ട് രേഖപ്പെടുത്തേണ്ട വിധിയാണ് പെരിയംതുരുത്തിലെ 1200ഓളം വോട്ടർമാർക്ക്. വരാപ്പുഴയുമായി റോഡ് മാർഗം ബന്ധമുള്ള ദ്വീപാണ് പെരിയംതുരുത്ത്. എന്നാൽ ദ്വീപിലെ വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് എതിർവശത്തെ പുഴയ്ക്കപ്പുറമുള്ള ചെറിയംതുരത്തിലെ ചേന്നൂർ MLP സ്കൂളിൽ 90-91 നമ്പർ ബൂത്തുകളാണ് ഇവിടെയുള്ളത്. ഇതിൽ 91 നമ്പർ ബൂത്തിലാണ് പെരിയംതുരുത്തുകാർക്ക് വോട്ട്. ഈ ബൂത്തിൽ 80% മുകളിൽ പെരിയംതുരുത്തിലെ വോട്ടർമാരാണ്. 200-ൽ താഴെ വോട്ടർമാർ മാത്രമേ ചെറിയംതുരുത്തിൽ താമസക്കാരായുള്ളൂ. തങ്ങൾക്കായി പെരിയംതുരുത്തിൽ ബൂത്ത് ക്രമീകരിക്കണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടതാണ് ദുരിതം പേറി വോട്ട് രേഖപ്പെടുത്താൻ എത്തേണ്ട ദുർവിധി ഉണ്ടായതെന്നും പെരിയംതുരുത്തിലെ വോട്ടർമാർ പറയുന്നു. വോട്ടെടുപ്പ് ദിനത്തിൽ വോട്ടർമാരെ സഹായിക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പറുമായി UDF 7994049999 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ വോട്ടർമാർക്ക് ആവശ്യമായ സഹായവും മാർഗനിർദ്ദേശങ്ങളും സംശയ നിവാരണവും ലഭിക്കുന്നതാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.